ഓളിന് നമുക്കൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കാമേ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അതിന് 1 കിലോയുടെ ഒരു ചിക്കൻ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കഴിഞ്ഞ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമേ, ഫ്രിഡ്ജിലോട്ട് വെക്കാമേ. അതിനുശേഷം പാൻ വെച്ചു. അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ നമ്മൾ ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയും സവോളയും കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതൊരു ഇട്ട് കൊടുക്കുവാണ്. ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ, കാരണം നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നല്ലോ. കുറച്ച് ഉപ്പ് ഇടുന്നു. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. ഒന്ന് വഴലാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അത് ഇച്ചിരി ഒന്ന് വഴന്ന് വന്നപ്പോൾ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. മസാലയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പച്ചമണം മാറാനായിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. നമ്മുടെ മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തൊരു ചിക്കൻ ഇട്ട് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.